ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇത് ആൻസിസ്ട്രൽ ഹീലിംഗ് മെഡിറ്റേഷൻ ആണ്. അപ്പോൾ സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്കും ഈ ഒരു ഹീലിംഗ് ചെയ്യാവുന്നതാണ്. ഈ ഹീലിംഗ് പ്രത്യേകിച്ചും നമ്മൾ ഈവനിങ് അവേഴ്സിൽ ചെയ്താൽ വളരെ നല്ലതാണ്. ഈവനിങ് അവേഴ്സിൽ ഈ ഒരു ഹീലിംഗ് പെർട്ടിക്കുലറായിട്ടും ആൻസിസ്ട്രൽ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഹീലിംഗ് ചെയ്യരുത്. അതായത് മറ്റു ഹീലിങ്സ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ പോലത്തെയുള്ള ഹീലിങ്സ് ഇതിന് മുമ്പായിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസിസ്ട്രൽ ഹീലിംഗിലേക്ക് വരാനായിട്ട്. എത്ര നാൾ ചെയ്യണമെന്നുള്ളത് എഗെയിൻ അവരവരുടെ ഇൻഡ്യൂഷനാണ് ഗൈഡ് ചെയ്യാൻ പോകുന്നത്. മിനിമം 11 ദിവസം ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സെൻസാകും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീലാവും ഇനി മുമ്പോട്ട് ചെയ്യണമെന്നുള്ളത്. ഇൻ കേസ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഗൈഡ് ചെയ്യുകയാണെങ്കിലും മുമ്പോട്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ 11 ഡേയ്സ് ചെയ്തിട്ട് ഒരു ടൈം സ്പേസ് എടുത്തിട്ട് പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യണമെന്ന് ഫീലായാൽ പിന്നെ ഒരു 11 ഡേയ്സ് അടുത്ത ഫേസ് ആയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ല ഇനിയും നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങളുടെ പിതൃക്കളെ ഹീൽ ചെയ്യണമെന്ന് തോന്നുന്നു എങ്കിൽ ആ സമയത്ത് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നവർക്ക്, അതായത് നിങ്ങളുടെ സ്പൈൻ അല്ലെങ്കിൽ നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓറൽസ് തലയണയില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാവുന്നതാണ്. നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. നിങ്ങളുടെ റൂട്ട് ചക്ര വരെ ആ ഒരു ബ്രെത്ത് റീച്ച് ആവുന്നത് ഫീലാകുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യാവുന്നതാണ്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു സർവേശ്വരനെ, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയെ, ഇതൊന്നും അല്ലെങ്കിൽ യൂണിവേഴ്സൽ വൈറ്റ് ലൈറ്റിനെ ഇവോക്ക് ചെയ്യുക. ഈ ഒരു മെഡിറ്റേഷൻ്റെ ചാർജ് ആ ഒരു ശക്തിയെ ഏൽപ്പിക്കുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ടീം, നിങ്ങളുടെ ഏഞ്ചൽസ് ആവാം, ആർക്കി ഏഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്, സ്പിരിറ്റ് ആനിമൽസ്, ഇവരൊക്കെ നിങ്ങൾക്ക് ഇവോക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെഡിറ്റേഷനിൽ, ഈ ഒരു മൊമെൻറ്റിൽ എത്രത്തോളം നിങ്ങളിലേക്ക് റിവീൽ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ ആൻസിസ്ട്രൽ ഹീലിങ്ങിനെ കുറിച്ച് റിവീൽ ചെയ്യണമെന്നും അതിനെ ഹീല് ചെയ്ത് തരണമെന്നും അപേക്ഷിച്ചുകൊണ്ട് പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഹാർട്ട് ചക്രയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് ഇൻ അഗെയിൻ. എടുത്ത ബ്രെത്തിനെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ലൊരു ട്രാൻസ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാവുന്നതാണ്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് ഇൻ, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. ഇതിനെ മുമ്പത്തേക്കാളും 10 മടങ്ങ് ഡീപ്പായിട്ടുള്ളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ സ്പിരിച്വൽ ടീമിനെ ഫീലാവാൻ പറ്റുന്നുണ്ട്, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ആ ഒരു ബ്ലെസ്സിങ്സിൽ, ആ ഒരു ഹാപ്പിനെസ്സിൽ, ആ ഒരു ഫുൾഫിൽമെൻറ്റിൽ ഫീലായിക്കൊണ്ട് മുമ്പോട്ട് നോക്കുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ താഴേക്ക് 10 പടികൾ കാണാവുന്നതാണ്. 10 സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങാനായിട്ട് ഉള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിനെ എടുക്കുക, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പതിയെ നിങ്ങളുടെ സ്പിരിച്വൽ ടീം പതിയെ ആ ഒരു സ്റ്റെപ്സിലൂടെ നിങ്ങളെ താഴേക്ക് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ 10 തൊട്ട് 1 വരെ ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യുന്നതാണ്. ഈ ഒരു കൗണ്ടിങ്ങിൽ നിങ്ങൾ ആ സ്റ്റെപ്സിലൂടെ താഴേക്ക് ഇറങ്ങുന്നത് വിഷ്വലൈസ് ചെയ്യുക. എഗെയിൻ ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യാവുന്നതാണ്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 10 നിങ്ങളുടെ റൈറ്റ് ലെഗ് എടുത്ത് ആ ഒരു സ്റ്റെപ്സിലേക്ക് വെച്ചപ്പോൾ ആ ഒരു സ്റ്റെപ്സിൻ്റെ ടെക്സ്ചർ, അല്ലെങ്കിൽ അത് മേ ബി ഒരു മാർബിളിൻ്റെ ടെക്സ്ചർ ആയിരിക്കാം, മേ ബി ഒരു വുഡിൻ്റെ ടെക്സ്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റെപ്സ് ആയിരിക്കാം, സിമെൻറ്റിൻ്റെ ഒരു ടെക്സ്ചർ ആയിരിക്കാം. ഇതൊക്കെ ഫീൽ ആയിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പതിയെ ഇറങ്ങുകയാണ്. 9 പതിയെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്പിരിച്വൽ ടീമുണ്ട്. ആ ഒരു ഏഞ്ചൽസിൻ്റെ ഒക്കെ സപ്പോർട്ടോടെ പതിയെ താഴേക്ക് ഇറങ്ങുകയാണ്. 7 പതിയെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 6 5 പതിയെ ഏകദേശം നിങ്ങൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മുമ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോറ് കാണാവുന്നതാണ്. 4 പതിയെ നിങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. 3 2 1 ഡീപ്പായിട്ട് ബ്രീത്തിങ് ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആ ഒരു ഡോറിൻ്റെ ഹാൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഡോറിൻ്റെ ഹാൻഡിൽ ടച്ച് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള പേടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു സൂപ്പർ പവറിനെ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ എനർജീനെ ഹെൽപ്പിനായിട്ട് ചോദിക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഹാൻഡിൽ പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് ആ ഡോർ തുറന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ശേഷി, സ്വയം ആ ഒരു പവറുണ്ടെങ്കിൽ പതിയെ ഹാൻഡിലിനെ ടച്ച് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു ഏഞ്ചൽസ് ആയിരിക്കാം, ആർക്ക് ഏഞ്ചൽസ് ആയിരിക്കാം, അവരായിട്ട് ഡോറ് തുറന്നു തന്നത് നിങ്ങൾ ഫീൽ ആവുന്നുണ്ട്. പിന്നെയും ഡീപ്പ് ബ്രീത്തിനെടുക്കുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആ ഡോറിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചെറിയൊരു ടണലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പതിയെ നിങ്ങൾ പിന്നെയും കാലെടുത്ത് ഡോറിൻ്റെ അപ്പുറത്തേക്ക് വെച്ചു. പിന്നെയും ഡീപ്പ് ബ്രീത്തിനെടുക്കുക. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു ടണലിലൂടെ പതിയെ നിങ്ങൾ അപ്പുറത്തേക്ക് പോവുകയാണ്. ടണലിൽ ചെറിയൊരു ഇരുണ്ട വെളിച്ചം മാത്രമാണ് നിങ്ങൾക്ക് ഫീൽ ആവുന്നത്. പതിയെ മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്ക് ആ ഇരുണ്ട വെളിച്ചം ഒരു ഗ്രേ കളർ വെളിച്ചമായി മാറി. അതായത് ടണലിൻ്റെ അപ്പുറത്തെ വശത്തു നിന്നുള്ള വെളിച്ചം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ലൈറ്റ്. പതിയെ നിങ്ങൾ മുമ്പിലേക്ക് പോകുമ്പോൾ ആ വെളിച്ചം, അല്ലെങ്കിൽ ആ ഒരു പ്രകാശം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ടണലിലേക്ക് വരുന്നു. പതിയെ നിങ്ങൾ ടണലിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞു. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്തിങ് ചെയ്യാവുന്നതാണ്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പുറത്തെ ആ ഒരു ലോകം കാണുമ്പോൾ
അതായത് ടണലിനപ്പുറത്തേക്ക് നിങ്ങൾ കടന്നിരിക്കുന്ന ആ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. അതായത് അത്രയ്ക്ക് ബ്രൈറ്റ് ലൈറ്റ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഹീലിംഗ് ലൈറ്റ്, ഒരു ഹയർ റെലാമിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇവിടെ മേ ബി നിങ്ങളുടെ ചക്രാസിലൊക്കെ ഒരു ട്വിങ്ക്ലിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ എന്തോ ചലിക്കുന്നത് പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ടായിരിക്കാം. ഇത് മനസ്സിലാക്കുക, ഒരു ഹീലിംഗ് ലൈറ്റ് നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ടാണെന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കിക്കൊണ്ട് ചുറ്റും നോക്കുമ്പോൾ കുറേ ലൈറ്റിൻ്റെ ആകൃതിയിലുള്ള സോൾസ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആ സോൾസിലേക്ക് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റ് ആകുമ്പോൾ അത് നിങ്ങളുടെ ഫാമിലി ട്രീയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഓൾറെഡി മരിച്ചു പോയിട്ടുള്ള നിങ്ങളുടെ പിതൃക്കളാണെന്ന് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. വിഷ്വലൈസേഷനിൽ ആ ഒരു എനർജി ത്രൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെയും ഡീപ്പ് ബ്രീത്തിനെടുത്ത് പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫാമിലിയിൽ മരിച്ചുപോയ, അതായത് ഈ ജന്മത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ലീനേജ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. നിങ്ങളുടെ മുത്തച്ഛന്മാർ, മുത്തശ്ശിമാർ, അമ്മാവന്മാർ, വല്യച്ഛന്മാർ, ചിറ്റപ്പന്മാർ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആ ഒരു പിതൃക്കളുടെ സോൾസിനെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നും ഫിസിക്കൽ ബോഡി വിട്ടുപോയിട്ടുള്ള പല സോൾസിനെയും നിങ്ങൾക്ക് അവിടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇവിടെ ഏതെങ്കിലും സോൾസുമായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പറയാൻ പറ്റാതെ വിട്ടുപോയ ഏതെങ്കിലും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇനി ഈ ജന്മത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു പറയുക നിങ്ങളുടെ ലൈഫിൽ വന്നതിന്. അങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാതെയും കുറേ സോൾസിനെ നമുക്കവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിനെ നമുക്ക് ഫീൽ ആവാൻ പറ്റും അവിടെ. അവരോടൊക്കെയും താങ്ക് യു പറയുക. അവരുടെ ഒരു ലീനേജിൽ, ആ ഒരു ഫാമിലി ട്രീയിൽ ഈ ഒരു ജന്മമെടുത്ത് ഇത്രയും സോൾസിനെ ഹീലാക്കാനുള്ള ഒരു പർപ്പസ് തന്നതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സൽ എനർജീസ്, നിങ്ങളുടെ കൂടെയുള്ള യൂണിവേഴ്സൽ എനർജീസിനോട് ആ സോൾസിൽ ഏതെങ്കിലും സോൾസിന് സ്റ്റിൽ മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ, ഇനി ഏതെങ്കിലും ബ്ലോക്കേജസ് കൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു ബേർത്ത് റീബേർത്ത് സൈക്കിളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതല്ല സ്റ്റിൽ ഏതെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് കാരണം അവർ സ്റ്റക്ക് എനർജിയിലാണെങ്കിൽ, അതിനൊക്കെയും
അതല്ലാതെ ഇനി എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് നിങ്ങളുടെ പിതൃക്കളിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ഹീൽ ചെയ്ത് തരാനായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു യൂണിവേഴ്സൽ എനർജീനോട് പ്രാർത്ഥിക്കുക, ഇവോക്ക് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യാവുന്നതാണ്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. പിന്നെയും പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ അവിടെയുള്ള സോൾസിന് ഒരു ഗോൾഡൻ കളർ ലൈറ്റിലൂടെ കളക്റ്റീവായിട്ട് ഹീലിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഹീലിംഗ് പവർ കൊണ്ട് നിങ്ങളിലൂടെ അവരിലേക്ക് എത്തുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് അത്രയും ബ്ലെസ്ഡായിട്ട് ഫീൽ ആയിക്കൊണ്ട് ആ ഒരു സോൾസിനൊക്കെയും ഹീൽ ചെയ്യുന്നത്, യൂണിവേഴ്സൽ എനർജി ഹീൽ ചെയ്യുന്നത് ഫീലാകുകയാണ് നിങ്ങൾ. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുക, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ സോൾസൊക്കെ ഒരു ഗോൾഡൻ കളർ ലൈറ്റിലേക്ക് അവരുടെ എനർജീനെ ട്രാൻസ്മ്യൂട്ട് ചെയ്തത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അറിഞ്ഞോ അറിയാതെ ഈ സോൾസ് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മങ്ങൾ അവരുടെ സോളിൻ്റെ പാതയിൽ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയും ക്ലെൻസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സൽ പവറിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ഹീലിംഗ് നടക്കുന്നത് നിങ്ങൾക്കവിടെ ഫീൽ ആവാൻ പറ്റും. ഈ ഒരു ഹീലിംഗ് നടക്കുമ്പം ഇതിൽ കുറേ സോൾസ് യൂണിവേഴ്സൽ എനർജിയിലേക്ക് ലയിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയും ഡീപ്പ് ബ്രീത്ത് ഇൻ എടുക്കുക, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. സ്റ്റിൽ ഹീലിംഗ് നടക്കുന്ന സോൾസിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ടൈം സ്പേസ് ഡൈമെൻഷൻസിൽ നിങ്ങളുടെ സോൾ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ അവരുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാപ്പാക്കണമെന്ന്, അതായത് ഫൊർഗീവ്നെസ് ചോദിക്കുകയാണ് നിങ്ങൾ. അതേപോലെ തന്നെ ആ സോൾസ് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ടൈം സ്പേസ് ഓർ ഡൈമെൻഷൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള സോൾ കോൺട്രാക്റ്റ് നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സോളുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെയും ഫൊർഗീവ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലൂടെ ഉള്ള അൺകണ്ടീഷണൽ ലവിനെ ഒരു പിങ്ക് കളർ ലൈറ്റിൽ സ്പ്രെഡ് ചെയ്യുകയാണ് അവരിലേക്ക്. നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സൽ ലൈറ്റായ ഗോൾഡൻ കളർ ലൈറ്റും നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ നിന്നും വരുന്ന ആ ഒരു പിങ്ക് കളർ ലൈറ്റ് അൺകണ്ടീഷണൽ ലവിൻ്റെ ലൈറ്റിലൂടെയും ഈ സോൾസ് ഒക്കെയും ഹീലായി യൂണിവേഴ്സൽ ലൈറ്റിലേക്ക് മേർജ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയും ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. സ്റ്റിൽ അവിടെ ഏതെങ്കിലും സോൾ പെൻഡിങ് ഉണ്ട്, ഒരു സോൾ അല്ലെങ്കിൽ ഇനിയും സോൾസ് പെൻഡിങ് ഉണ്ട്, അവരുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അവരുമായിട്ട് നിങ്ങൾക്ക് ഇനിയും പറഞ്ഞ് തീർക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, അവരെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡിവൈൻ പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആ സോളിനെ ഹഗ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ട്രാമ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് സർഫേസ് വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഫീൽ ചെയ്ത് റിലീസ് ചെയ്തുകൊണ്ട് അവരോട് ഫൊർഗീവ്നെസ് ചോദിക്കുക. അതേപോലെ തന്നെ അവരെ നിങ്ങളുടെ സോളിൽ നിന്നും ഡിറ്റാച്ച് ആക്കിക്കൊണ്ട്, ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ട് ആ ബാലൻസ് ഉള്ള സോൾസും യൂണിവേഴ്സൽ
ലൈറ്റിലേക്ക് മേർജ് ആവുന്നത് നിങ്ങൾ കാണുകയാണ്. പിന്നെയും ഡീപ്പ് ബ്രീത്തിൻ എടുക്കുക, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അത്രയും ബ്ലെസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. നിങ്ങളിലൂടെ നിങ്ങളുടെ പിതൃക്കളുടെയൊക്കെ ഹീലിംഗ് നടന്നത് കണ്ട് ഫീലായി വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ഫുൾഫിൽമെൻറ്റിൽ യൂണിവേഴ്സിനോടും സ്പിരിച്വൽ ടീമിനോടും താങ്ക് യു പറയുകയാണ് നമ്മളിവിടെ. പിന്നെയും ഡീപ്പ് ബ്രീത്തിൻ എടുക്കാം, പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ 5 to 1 ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യുകയാണ്. പതിയെ നമ്മളുടെ ഫിസിക്കൽ ബോഡിയുടെ പ്രസൻസിലേക്ക് റിട്ടേൺ വരികയാണ്. 5 പതിയെ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ ഫീൽ ആവുകയാണ്. കൈയും കാലുമൊക്കെ പതിയെ ഒന്ന് അനക്കാവുന്നതാണ്. 4 പതിയെ ബോഡിയിലെ ഓരോ പാർട്ടിനെയും DNA ലെവലിൽ നിങ്ങൾ ഫീൽ ആവുന്നു. ആ ഒരു ഹീലിങ്ങിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ DNA പോലും മൈക്രോ സെല്ലുലാർ ലെവലിൽ പോലും നടന്നതായിട്ട് നിങ്ങൾ വളരെ അത്ഭുതത്തോടെ ഫീൽ ആവുകയാണ്. 3 പതിയെ നിങ്ങളുടെ ബോഡിയിലെ എല്ലാ പാർട്ടിനെയും ഫീൽ ആയിക്കൊണ്ട് ഓരോ അണുവിലുള്ള ചേഞ്ചസും ഫീൽ ആയിക്കൊണ്ട് പതിയെ നിങ്ങളുടെ ബോഡിയിലേക്ക് തിരിച്ച് നിങ്ങളുടെ ബോഡിയുടെ പ്രസൻസിനെ നിങ്ങൾ ഫീൽ ആവുന്നു. 2 1 നിങ്ങളുടെ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. പതിയെ 2 കൈയും തിരുമ്മി ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങളുടെ കണ്ണുകൾക്ക്, ബോഡിയിൽ ഇനി എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ആ ഒരു പെയിനുള്ള ഭാഗത്തൊക്കെയും ഹീലിംഗ് കൊടുത്തുകൊണ്ട് പതിയെ കണ്ണുകൾ തുറന്ന് ഭഗവാന് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ നിന്നും എഴുന്നേൽക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓം നമഃ ശിവായ.